So welcome to another episode of Food Myths Chronicles of Food. നമ്മൾ ചായയെക്കുറിച്ച് സംസാരിച്ചു, കാപ്പിയെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു സൂപ്പർ താരം അല്ല അതിനെക്കാട്ടും ഒരു പടി മുന്നിലുള്ള ഒരു സൂപ്പർ താരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നാണ് അരുൺ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി, റിലീജിയസ്ലി, ഹ്യൂമൻ എവല്യൂഷനിൽ തന്നെ നമ്മുടെ കൂടെ പടിപടിയായി വന്നിട്ടുള്ള ഒരു മഹാനായ അല്ലെങ്കിൽ മഹതിയായ വൈനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സോ ഓവർ ടു യു അരുൺ. താങ്ക് യു ജിനോ. നമ്മൾ അതിന്റെ മഹാത്മ്യം അറിയില്ല, പക്ഷെ എന്തായാലും ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത് നമ്മുടെ റെക്കോർഡഡ് ഹിസ്റ്ററി മുതൽക്ക് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു പാനീയം തന്നെയാണ്. കഴിച്ചിട്ടും പലരും ചർച്ച കൂടുതൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ നമ്മുടെ എന്താ പറയാ റിലീജിയസ്ലി കൂടെ ഇതിന് വളരെ ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുള്ളൊരു ബെവറേജ് ആണ്. ഒരു സമയത്ത് അതിന് ദൈവികത കൂടെ കൽപ്പിച്ചിരുന്ന ഒരു ബെവറേജ് കൂടിയാണ് വൈൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ബെവറേജ് എന്ന് പറഞ്ഞുകൂടെ അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ദൈവത്തിന്റെ ബെവറേജ് എന്ന നിലയിൽ. അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരാം. നമുക്കിതിന് എന്താ പറയാ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഇതിന്റെ ഹിസ്റ്ററി, ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് വന്നത്, ഇതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഇതില് വൈൻ ഇസ് ഫാർ ഓൾഡർ ദാൻ റെക്കോർഡഡ് ഹിസ്റ്ററി എന്നാണ് ജനറലി റെക്കോർഡഡ് ഹിസ്റ്ററി. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ത്രൂ അവർ സിവിലൈസേഷൻസ് ഇറ്റ്സെൽഫ്. നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷന്റെ ഒരു സഞ്ചാരത്തിനൊപ്പം സഞ്ചരിച്ച ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബെവറേജും കൂടിയാണ്, ഒരു പാനീയം കൂടിയാണ് ഈ വൈൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കൺസിഡേർഡ് ദ ബെവറേജ് ഫ്രം ദി ഈസ്റ്റ് എന്നാണ് ജനറൽ ഇതിനെ പറയപ്പെടുന്നത്. ഏൻഷ്യൻ വീനിയാർഡ്സ്, സെല്ലേഴ്സ് ഓഫ് വൈൻ, ഇതൊക്കെ ഇറ്റ് ക്യാപ്ചർഡ് ദി ഇമാജിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റി പല രീതിയിലും. നമ്മുടെ റിലിജന്റെ കൂടെ പോലെ തന്നെ യുദ്ധങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ പാരാമീറ്റേഴ്സിന്റെ ഉള്ളിലായിട്ട്, ലവ്, പ്രണയത്തിന്റെ ഇടയിൽ, അങ്ങനെ പല മാനുഷികമായ അവസ്ഥകളിലും വൈൻ ഒരു ഭാഗമായിട്ട്, മുഹൂർത്തങ്ങളിലും പല സ്ഥലങ്ങളിലും വൈകാരികമായ സ്ഥലങ്ങളില് വൈൻ എപ്പോഴും ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഒറിജിനലി വിചാരിച്ചിരുന്നത് വൈൻ കണ്ടുപിടിച്ചതൊക്കെ ഒരു 4000-ഓ 5000-ഓ വർഷം മുമ്പായിരുന്നു എന്നുള്ളതാണ്. The latest discovery states that wine has been in existence from 6000 BC. 6000 BC മുതൽക്ക് വൈൻ എക്സിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അത് അർമേനിയ, ജോർജിയ ജോർജിയയിലാണ് എക്സാക്ട്ലി അതിന്റെ ടെബ്ലീസി, ജോർജിയൻ ക്യാപിറ്റൽ ടെബ്ലീസിയുടെ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയത്. അതായത് അവിടെയാണ് ഒറിജിൻ എന്നുള്ളതാണ്. അവിടുന്നാണ് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് വൈൻ എന്ന് വെച്ചാൽ 6000 BC എന്ന് വെച്ചാൽ 8000 വർഷത്തോളം, 8000 years ago. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പോട്ടറിയുടെ ഉള്ളിൽ വൈനിന്റെ അവശിഷ്ടങ്ങളും അംശങ്ങളും അവർ കണ്ടിരുന്നു എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വൈനിനെ നമുക്കൊരു 8000 വർഷം മുമ്പ് പ്ലേസ് ചെയ്യാം. മിനിമം 8000 years back. നമ്മൾ മുമ്പ് വിചാരിച്ച 5000 വർഷമോ അല്ലെങ്കിൽ 7000 വർഷത്തിനോ അല്ലാതെ വി കൻ പ്ലേസ് ഇറ്റ് ഈവൻ ഫർദർ അനദർ മില്ലേനിയ, 1000 വർഷം കൂടി. ഒരു പഴയ ആൾ തന്നെയാണ്. അതെ, ശരിക്കും ഒരു പഴയ ആള് തന്നെയാണ്. അതിന് പല റീസൺസ് ഉണ്ടാവുമായിരിക്കാം. കാരണം വൈനിന്റെ തുടക്കം വാസ് നോട്ട് as an alcoholic beverage or an intoxicant. It was more of a medicine, or a probiotic, energy drink പോലെയായിരുന്നു. അല്ല, probiotic. ഈ ഫെർമെന്റേഷൻ പണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു അത്ഭുതമായിട്ടായിരുന്നു, ഒരു ദൈവികമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഫെർമെന്റേഷൻ എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഈ ഫെർമെന്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കള് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിന്റെ സ്വഭാവം മാറുന്നതിന്റെ പേരിൽ അത് ദൈവികമായിട്ടുള്ള എന്തൊരു സംഗതിയാണെന്നുള്ളതാണ് പണ്ട് പലരും വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല എന്നുള്ളത് ലേറ്റർ ഓൺ പിന്നെ നമുക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് സയൻസ് ഇംപ്രൂവ്ഡ്, റെസ്റ്റ് എവറിത്തിങ് ഈസ് ഹിസ്റ്ററി. പക്ഷെ ഈ ഒരു സംഗതിയില് നമ്മൾ കാണേണ്ടത് ഈ മിഡിൽ ഈസ്റ്റ്, ആ ഒരു കൊക്കേഷ്യൻ ഏരിയ അല്ലെങ്കിൽ ഈ ജോർജിയ, അർമേനിയ എന്നൊക്കെ പറയുന്ന കൊക്കേഷ്യൻ ഏരിയയിലാണ് അത് കൂടുതൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും ചൈനയിലും എവിഡൻസ് ഓഫ് വൈൻ സം 7000 years ago നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 5000 BC, 4000 BC സമയങ്ങളിൽ വൈൻ കൾട്ടിവേഷനും വൈൻ വീനിയാർഡ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഗ്രേപ്സ് ഉണ്ടാക്കുന്ന
ആൽക്കഹോൾ അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് വേറെ കിട്ടുന്ന ഒരു തെളിവുള്ളത്. ഇവിടെയൊക്കെയാണ് കൂടുതലും ഈ വൈൻസ് ഉപയോഗിച്ചിരുന്നത്. ബട്ട് വി സ്റ്റിൽ കനോട്ട് understand for certain why when vineyards or wine cultivation really got commercialized. Okay. അത് നമുക്ക് ഇപ്പോഴൊരു സ്പെസിഫിക് ആയിട്ട് ഒരു സമയം ഇല്ല, നമുക്ക് അതിനൊരു ക്രോണോളജി കറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുവരെയൊക്കെ എങ്ങനെയായിരുന്നു? രാജാക്കന്മാരോ അങ്ങനെ ഒരു അരിസ്റ്റോക്രസിന്റെ കയ്യിലുള്ള സാധനമായിരുന്നു അത്? അല്ല, വൈൻ പ്രൊഡക്ഷൻ ഈ അരിസ്റ്റോക്രസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് ഞാൻ ലേറ്റർ ഓൺ വരാം. അതിൽ ഫ്രാൻസിൽ ഒരു വലിയൊരു ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററിയും കൂടി വൈൻ ഐ വിൽ കം ടു ഇറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ്. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു കൾട്ടിവേഷന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതായിരുന്നു. ഇപ്പോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബുക്ക് ഓഫ് ജെനസിസ്, ബൈബിളിക്കൽ ബുക്ക് ഓഫ് ജെനസിസ്, അതിൽ തന്നെ നോവ ഈ വൈൻ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും വൈൻ സെർവ് ചെയ്യുന്നതിനെ പറ്റിയും വൈൻ കുടിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും വൈനെ പറ്റിയിട്ട് അത് ന്യൂ ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബുക്ക് ഓഫ് ജെനസിസ് ഇസ് ഓൾഡർ ദാൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ പഴയ ഇതിലും നമ്മുടെ ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഏരിയയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, വൈനിന് ഒരു ദൈവിക പരിവേഷം കൂടി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ അതിനെ ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയാ വരദാനമായിട്ട് വരെ കണ്ടിരുന്ന ഒരു കൾച്ചറൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ഇറ്റ്സ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഓർ ഇറ്റ് ഇസ് ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ വൈൻ ഹാസ് ഗോട്ട് എ ഗുഡ്, എസ്പെഷ്യലി റെഡ് വൈൻ ഹാസ് ഗുഡ് പ്രോപ്പർട്ടി ഓഫ് ഹീറ്റിംഗ് യുവർ ബോഡി. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് ആയിരിക്കാം. ഗ്രേപ്സ് വളരുന്ന ഒരു സിറ്റുവേഷൻ, അവിടുത്തെ ആ രാജ്യങ്ങളുടെ ഗ്രേപ്പിന്റെ ഒരു പ്രത്യേകത കൊണ്ട്, അങ്ങനത്തെ പല കാരണങ്ങളെ കൊണ്ടും വൈൻ അത്രയും പോപ്പുലർ ആയിരുന്നു. മെസോപ്പൊട്ടേമിയയിലാണ് ആക്ച്വലി വൈൻ, പിന്നെ ഒരു ക്രൈഡിൽ ഓഫ് വൈൻ മേക്കിംഗിന്റെ ഒരു സ്ഥലം എന്ന് നമ്മൾ പറയുന്നത് മെസോപ്പൊട്ടേമിയ. മെസോപ്പൊട്ടേമിയ കറന്റ് ഡേ ഇറാഖ്. അവിടെയാണ് ഒരു ക്രൈഡിൽ ഓഫ് വൈൻ മേക്കിംഗ്. നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള ഒരു കമേഴ്ഷ്യൽ വൈൻ മേക്കിംഗ് നമുക്ക് കുറച്ചെങ്കിലും അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് മെസോപ്പൊട്ടേമിയൻ ഏരിയയിലാണ്. ഓൾഡസ്റ്റ് വൈനറി വാസ് ഡിസ്കവേർഡ് ഇൻ അർമേനിയ. Okay. That is during the year of 4000 BC or 3000 BC. Between 3000 and 4000 BC ലാണ് അർമേനിയയിലാണ് നമ്മുടെ വൈനറി, ഒരു പ്രോപ്പർ വൈനറിയുടെ ഒരു ആദ്യത്തെ തെളിവായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ പോപ്പുലറായി ഈ ഒരു ബെവറേജ് മാറി. യൂറോപ്പിലേക്ക്, ചൈനയിലേക്കൊക്കെ അത്, ചൈനയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, യൂറോപ്പിലേക്ക് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. മെസോപ്പൊട്ടേമിയയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. അവിടെയാണ് ഒരു ക്രൈഡിൽ ഓഫ് വൈൻ മേക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രേപ്പ് കൾട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ഷന്റെ ഒരു ശരിക്കുള്ള ഒരു തെളിവ് നമുക്ക് ഈ മെസോപ്പൊട്ടേമിയയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വൈൻ മേക്കിംഗ് ഫ്ലറിഷ്ഡ് ത്രൂ ഔട്ട് ദ നൈൽ ബാങ്ക്സ് ഓഫ് നൈൽ. നൈൽ തീരങ്ങളിൽ വൈൻ മേക്കിംഗ് ഭയങ്കര പോപ്പുലറായി. And wine, of course, as you know, needs a lot of water. Okay. For its growth and cultivation. അപ്പോൾ നൈൽ നദീ തീരങ്ങളിൽ വൈൻ കൾട്ടിവേഷൻ ഭയങ്കര പോപ്പുലറായി. To an extent, because that it became royalty for the pharaohs especially. അവരുടെ എല്ലാ ചടങ്ങുകളിലും എല്ലാ സംഗതികളിലും വൈൻ, because they ruled Egypt at that point in time. Egypt at that point of time, to the extent that not only in their religious ceremonies, in their social ceremonies, and even after death, pots of wine was found inside the tombs of the ancient pharaohs. എന്ന് വെച്ചാൽ നമ്മുടെ പിരമിഡ്സിന്റെ ഉള്ളിലൊക്കെയുള്ള അവരുടെ ബറിയൽ സൈറ്റ്സിന്റെ കൂടെ അവർക്ക് ആഫ്റ്റർ ലൈഫിലും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വൈൻ കൊടുത്തയച്ചിരുന്നു. വൈനിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് ഹെവൻലി. അതിനെ നല്ല ഹെവൻലി ആക്കിയത്, അതിനെ ഒരു എൻജോയ്മെന്റ് ലെവലിലേക്ക് എത്തിച്ചത് ഗ്രീക്സ് ആണ്. ഗ്രീക്സിന്റെ വൈൻ പാർട്ടീസ് നടക്കുമായിരുന്നു. And their wine parties was known in a name which is popular nowadays, but in a different context. Their wine parties were known as symposia. നമ്മൾ ഈ സിംപോസിയം എന്നൊക്കെ പറയുന്ന സംഗതിയില്ലേ, അപ്പൊ അവരുടെ വൈൻ പാർട്ടീസിന്റെ പേര് സിംപോസിയ എന്നായിരുന്നു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് എൻജോയിങ് വൈൻ. What does that word exactly mean, symposia? It is just a get together or party എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് സിംപോസിയ എന്നുള്ളതിന്, ഒരു സോഷ്യൽ ഗെറ്റ് ടുഗെദർ എന്നൊക്കെയാണ് അവരുടെ അന്നത്തെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ. Symposia then were really exciting and like yes now that is like come to the boring. അത് കഴിഞ്ഞ് ഈ ഗ്രീക്സിന്റെ
ഗ്രീക്സ് അതിനെ ഈ റിലീജിയസ് ആയിട്ടും സോഷ്യൽ അങ്ങനത്തെ ഒരു നോം എന്ന് അവർ പുറത്തേക്ക് കുറച്ചും കൂടി ഒരു എൻജോയ്മെന്റിലേക്ക് മാറിയത് അവരുടെ കയ്യിൽ നിന്നാണ് റോമൻസ് ഇത് എടുക്കുന്നത്, എക്വയർ ചെയ്യുന്നത്. ആൻഡ് റോമൻസ് ടുക്ക് ഇറ്റ് ടു the next level. And Roman Empire was quite big at that time. അപ്പൊ അവര് ആണ് ഈ നമ്മുടെ എന്താ പറയാ യൂറോപ്പിന്റെ റെസ്റ്റ് ഓഫ് യൂറോപ്പിലേക്ക് ഈ വൈനിനെ എത്തിച്ചത്. റോമൻ എംപയർ. മോസ്റ്റ് ഓഫ് യൂറോപ്പ് വാസ് at that time under the Roman Empire. So it was easy for them to get it across Europe, wherein they took it to Gaul. ഗോൾ എന്ന് പറയുന്ന വാക്ക് എവിടെയും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഗോൾ, GAUL. ഗോൾ നമുക്ക് that is something else. Gaul is the French area. നമ്മള് asterisks and obliques. Okay, can I miss that Gaul? Okay. So that's a real place. That was a real place. France was once known as Gaul. ആ സ്ഥലത്തേക്ക് that was one of the areas which they promoted wine cultivation to a great extent. അങ്ങനെയാണ് ഫ്രാൻസ് ആണ് ഇപ്പോഴും വൈനറി കുറെ കൂടെ മുന്നിട്ട് നിൽക്കുന്നതും. some of the best wines come French from wines ആണോ? French wines, yes, is considered as one of the best wines. It is not considered as the best wine now because a lot of other countries also produce wines, but French wines are considered as one of the best. Some of the most expensive wines come from France. Romans പറഞ്ഞല്ലോ, they acquired the wine, the culture of wine from Greeks. അപ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് അവർ ഈ വൈൻ പ്രൊഡക്ഷനും അവരുടെ അറിഞ്ഞ് പഠിച്ച് അത് റെസ്റ്റ് ഓഫ് യൂറോപ്പിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി ആർട്ട് ഓഫ് വിറ്റികൾച്ചർ എന്ന് വെച്ചാല് വൈനിന്റെ കൾട്ടിവേഷൻ ആണ് നമ്മൾ വിറ്റികൾച്ചർ. ഒന്ന് സ്പെൽ ഔട്ട് ചെയ്തേ പറ്റൂലേ? VITICULTURE, viticulture. It is the art of cultivation of grapes. Art of cultivation of grapes. And the art of wine making is called enology. But it is spelt very differently. It is spelt OENOLOGY. That's as tough as wine making. So yes. I'll leave it at that. അപ്പോൾ ഈനോളജി അവര് ഈ വൈൻ മേക്കിങ്ങിന്റെ ആർട്ടാണ്. അപ്പൊ ഈ വിറ്റികൾച്ചർ എന്ന് പറയുന്ന സംഗതി ഈ പോപ്പുലറൈസ് റോമൻസ് ആണ് ഈ റെസ്റ്റ് ഓഫ് യൂറോപ്പിലേക്ക് അവര് പോപ്പുലറൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയേണ്ടത് നമ്മുടെ നാടുമായിട്ട് ബന്ധമുള്ള സംഗതിയാണ് വൈനിനെ പറ്റിയിട്ട്. വൈൻസ് അന്ന് ഈ ഗ്രീക്സുമായിട്ടും റോമൻസായിട്ടും മെസോപ്പൊട്ടോമിയൻസായിട്ടും ഈജിപ്ഷ്യൻസുമായിട്ടും സുമേറിയൻസുമായിട്ടും ഒക്കെ നമുക്ക് ഭയങ്കര കണക്ഷൻസ് ആയിരുന്നു. എസ്പെഷ്യലി കേരളത്തിൽ we had very strong ties. We had very strong trade ties with them. But still, India did not acquire a great deal of the wine culture. While it spread across Europe and different parts of the world, it never became a part of India's culture or India's background. Even while being connected with them, like in a big way. അതിന് ഒരു വലിയൊരു റീസൺ നമ്മൾ കാണുന്നത്, even though we don't know the exact reason behind it, we still don't know why it didn't really catch up. Why we didn't take it up. Why it didn't really catch up with our culture or our thing. One of the reasons might be religious. Because Hinduism, which was very prevalent at that time, was not very much in favor of wine culture. Sikhism was also not, Buddhism was also not, Jainism was also not. അപ്പൊ ഇതൊന്നും വൈനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതല്ലായിരുന്നു. പിന്നെ വന്നിട്ടുള്ള നമ്മുടെ മുഗൾ ഇൻവേഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന the inflow of Islam during that time, and then the existence of Islam during the earlier days in Kerala did not also promote wine culture. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ പ്രീ കോളനൈസേഷൻ സമയത്ത് ഇവിടുത്തെ ഒരു സാഹചര്യം കൊണ്ടും ലേറ്റർ ഓൺ നമ്മൾ ഇവിടുത്തെ റിലീജിയസ് റീസൺ കൊണ്ടായിരിക്കും വൈൻ അത്ര പോപ്പുലർ അല്ലാതിരുന്നത്. ആൻഡ് വൺ ഓഫ് ദി അതർ റീസൺസ് ഇസ് ബിക്കോസ് ഓഫ് വെതർ കണ്ടീഷൻസ്. വൈനിന് പറ്റിയ ഒരു കൺഡ്യൂസീവ് വെതർ കണ്ടീഷൻ ആയിരുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ്. വൈൻ കൺസ്യൂം ഗ്രേപ്പ് വളരേണ്ടതിനാണെങ്കിലോ കൾട്ടിവേഷൻ ആണെങ്കിലോ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന വ്യത്യാസങ്ങളെ കൊണ്ടാണെങ്കിലോ ഒക്കെ നമുക്ക് ഒരിക്കലും അതൊരു നമ്മുടെ
Not really for us. It was not really for us. ഈ കൊക്കേഷ്യൻ റീജിയൻസ് എന്നാണെന്ന് പറഞ്ഞല്ലോ, അർമീനിയ, ജോർജിയ, ഇതൊക്കെയായിരുന്നു കൂടുതലും വൈൻ പ്രൊഡ്യൂസിങ് ഏരിയാസ്. പിന്നെ അത് മെഡിറ്ററേനിയൻ റീജിയൻ ആണ് ആക്ച്വലി വൈൻസിനെ അങ്ങോട്ട് ഉത്തേജിപ്പിച്ചത്. Okay. Italy and then Rome and Greece and several other places ആണ് ഇതിനെ വല്ലാതെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തത്. ഇതിന്റെ കൂടെ തന്നെ ഇതിനൊരു റിലിജിയസ് ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ അസോസിയേറ്റ് ദി റെഡ് വൈൻ ടു ബ്ലഡ്. Okay. ഇപ്പോഴും ഉണ്ടല്ലോ, പള്ളിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മള് രക്തമായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. വീഞ്ഞുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ശരീരമായിട്ടും വീഞ്ഞ് രക്തമായിട്ടും രക്തവും തിരു ശരീരവുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അസോസിയേഷൻ പണ്ട് കാലം മുതൽക്കേ തുടങ്ങിയതാണ്. നമ്മളല്ല, ഇതിന്റെ ഫെർമെന്റേഷൻ മുതൽക്കുള്ള സംഗതികൾ അത്ഭുതമായിരുന്നു ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ. അങ്ങനെ അതിനെ ഒരു അത്ഭുത പരിവേഷം നമുക്ക് മനസ്സിലാവാത്ത സംഗതികളെ നമ്മൾ വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്ന സ്വഭാവം മനുഷ്യന് ദൈവികമായ പരിവേഷം. അതെ, മനസ്സിലാവാത്ത സംഗതികളെ വേറൊരു തലത്തിലേക്ക് എങ്ങനെയെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഈ വൈൻ കൾച്ചർ വാസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഫെർട്ടിലിറ്റി, പ്രോസ്പെരിറ്റി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളായിരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട്. വി അസോസിയേറ്റ് റൈസ് ഓർ റൈസ് ഹാർവെസ്റ്റ് വിത്ത് fertility, prosperity, good luck. Why did it is like prosperity was fertility was a part of it. Fertility was a part of it. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ വിഷുവിന് കണി വെക്കുന്നതോ അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ തൃക്കാക്കരപ്പിനെ വെക്കുന്നതോ ഒക്കെ ആയിട്ട് ബേസിക്കലി ദീസ് വർ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആൻഡ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് റൈസ് ഹാർവെസ്റ്റ്. അപ്പൊ ഇത് നമ്മുടെ ഗുഡ് ഹെൽത്ത്, പ്രോസ്പെരിറ്റി. അപ്പാർട്ട് ഫ്രം പ്രോസ്പെരിറ്റി, fertility was also a big part of the social condition at that point of time, because you need to have heir to your family and the population needed to increase. That is why there are several social taboos were also existent. I don't want to spell it out, but several social taboos were also existent at that time. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു വൈനിന്റെ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായത്. ഈ സമയത്ത് നമുക്ക് പറയേണ്ടത് നമ്മുടെ നാടിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ, ഈ വൈൻ വേണ്ട എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞെങ്കിലും നമ്മുടെ നാട് ആൽക്കഹോൾ വിമുക്തമായിരുന്നില്ല ഒരിക്കലും. നമുക്ക് സോമരസം മുതൽ ഉണ്ടല്ലോ അല്ലേ? സോമരസം അത് ഒരു ഫിക്ഷണൽ കോൺസെപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന നിലയിൽ ഉണ്ട്. പക്ഷെ ജിനു കേട്ടിട്ടുള്ള വേറെ വാക്കുകളിലുള്ള ആൽക്കഹോൾ ഒക്കെ ഉണ്ട്. അത് ആൽക്കഹോൾ ആണെന്നുള്ളത് അറിയാതെ നമ്മൾ കേട്ട ചില സംഗതികളൊക്കെ ഉണ്ട്. മധുര ചഷകം. പണ്ട് പ്ലെയിനിലൊക്കെ സ്ഥിരമായിട്ടാ മധുര പാൻ എന്ന് പറയാ. എയർ ഇന്ത്യയിൽ ഐ തിങ്ക് ഹിയർ ദിസ് അനൗൺസ്മെന്റ്, ധൂമ്രപാൻ ഓർ മധുര പാൻ മനായെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ മധുര പാൻ എന്താ സാധനം എന്നുള്ള കുറച്ച് എന്താണ് മനസ്സിലായത്. മധുര വാസ് മെയിൻലി മെയ്ഡ് ഓഫ് ഷുഗർ, ഹണി, പിന്നെ മൊളാസസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു ഈ മധുര. പിന്നെ ഉള്ളൊരു സംഗതിയാണ്, ഇതും ജിനു ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഇത് ആൽക്കഹോളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ആസവം കേട്ടിട്ടില്ലേ? മറ്റേ ആയുർവേദത്തില് പല ആസവങ്ങളും കേട്ടിട്ടില്ലേ? ഈ ആസവം ബേസിക്കലി ആൽക്കഹോൾ ബേസ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഫെർമെന്റഡ് ഹെർബ്സ് ആണ് അതിന് ഉപയോഗിച്ചിരുന്നത്. ഈ ഹെർബ്സിന്റെ ഫെർമെന്റ്, ഇറ്റ് വാസ് ബേസിക്കലി എ മെഡിസിനൽ തിങ്, ബട്ട് ദെൻ ഇറ്റ് വാസ് ഓൾസോ യൂസ്ഡ് ഫോർ intoxication from time to time. പിന്നെ ഉള്ളത് സുര എന്ന് പറയുന്നത്. സുര was also made. It was സുരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ that was the only distilled alcohol. Distilled, നമ്മൾ രണ്ട് തരത്തിലുള്ള ആൽക്കഹോൾ വരുന്നത്. ഒന്ന് ഫെർമെന്റേഷൻ ത്രൂ ആണ് നമുക്ക് ആൽക്കഹോൾ വരുന്നത്. വൈൻ and beer is basically fermented alcohol. The other one is after fermentation, the alcohol or the molasses is heated to an extent that the spirit evaporates. എന്നിട്ട് അത് ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്നതാണ് നമ്മുടെ ഈ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. ഈ 40%, 60%, 80% 75% ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന സംഗതി ഡിസ്റ്റിൽ ചെയ്ത് your whiskey, brandy, all those all your spirits. If you call it spirit, it is distilled. ഈ distill ചെയ്ത് എടുക്കുന്ന alcohol was not
supposed to be consumed by everybody in the society at one point of time in India. Oh, there was a പെസൻസിനോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ മാത്രമേ അത് പാടുണ്ടായിരുന്നുള്ളൂ. so the classification. Classification was there. Like kings or nobles were not supposed to drink distilled alcohol. Okay, guys, with this very interesting fact, we would like to take a break for today. We'll come back in the next episode where Arun will tell us many people couldn't afford to get a glass of wine those days. There were classifications, there are a lot of differentiations and a lot of things. So hope you guys enjoyed this. Come back for the next episode. See you soon.